ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില തിയറി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഡിഫൈൻ ദി ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്നുള്ളതാണ്. അതായത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ അപ്രോച്ച് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ CAPM മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വില്യം എഫ് ഷാർപ്പ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് the return on equity shares depends upon the amount of risk associated with. ഒരു ഷെയറിൻ്റെ റിട്ടേൺ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും? അതിന് മുകളിലുള്ള റിസ്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ മുകളിലുള്ള റിട്ടേൺ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. അതായത് ദി റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയറിന് മുകളിലുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, if more risk is associated with it will provide more return. അത് റിസ്ക് കൂടുതലാണെങ്കിൽ അവിടെ റിസ്ക് കൂടുതലാകുമ്പോൾ എന്തായിരിക്കും? റിട്ടേണും കൂടുതലായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലെസ് റിസ്ക് ഇറ്റ് വിൽ പ്രൊവൈഡ് ലെസ് റിട്ടേൺ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് റിസ്ക് റിട്ടേൺ വരുന്നത്. അതായത് ഒരു ഇക്വിറ്റി ഷെയറിന് റിസ്ക് കൂടുതലാണെങ്കിൽ അവിടെ റിട്ടേണും കൂടുതലായിരിക്കും, ഇനി റിസ്ക് കുറവാണെങ്കിൽ അവിടെ റിട്ടേണും കുറവായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം പറയുന്നത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എന്നുള്ളതാണ് CAPM അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ അപ്രോച്ച് പ്രകാരം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് വാട്ട് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ അതിന് ഡിഫറെൻറ്റ് കോമ്പണൻസ് എന്നതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതേപോലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏണിങ്സ്, ഇങ്ങനെ കുറേ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ഓഫ് ദി വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ ആവറേജ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വെയ്റ്റഡ് ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എൻ ആവറേജ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഓൾ സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള എല്ലാ സോഴ്സിൻ്റെയും കോസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ ആവറേജ് കാണുന്ന സിസ്റ്റമാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനും നമ്മൾ എന്ത് കൊടുക്കും? വെയ്റ്റ് കൊടുക്കും. ഓരോ സോഴ്സസിൻ്റെയും പ്രൊപ്പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് വെയ്റ്റ്സ് അസൈൻ ചെയ്തുകൊണ്ടാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് വൺ ആണ് തേർഡ് വൺ. വാട്ട് യു മീൻ ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ടാണ്. അതായത് ഒരു ഫണ്ട് ലഭിക്കാൻ വേണ്ടി നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടതാണ് എന്ത്? കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫേം പേയ്സ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദി യൂസ് ഓഫ് ദെയർ മണി. ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ട ആ ഒരു റിട്ടേൺ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മിൽട്ടൺ എച്ച് സ്പെൻസർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ which a firm requires as a condition for undertaking an investment. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ് ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് വ്യൂ പോയിന്റിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദം ആണ്. ഇനിയോ ഫ്രം ദി കമ്പനീസ് വ്യൂ പോയിന്റ് ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് ബൈ ഇറ്റ്. അതിന് മുകളിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കമ്പനിയുടെ വ്യൂ പോയിന്റിൽ പറയുന്നതാണെങ്കിൽ അതെന്താണ്? കോസ്റ്റാണ്. എന്നാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂ പോയിന്റിൽ എന്താണ്? റിട്ടേൺ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് വാട്ട് ഈസ് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ഏർണിംഗ് പെർ ഷെയർ ആണ്. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദി പ്രോഫിറ്റബിലിറ്റി ബൈ ഇൻഡിക്കേറ്റിംഗ് ഹൗ മച്ച് മണി എ ഷെയർ ഹോൾഡർ വുഡ് റിസീവ് ഫോർ ഈച്ച് ഷെയർ. ഓരോ ഷെയറിൻ്റെ മുകളിലും എത്രയാണ് ഒരു ഷെയർ ഹോൾഡർക്ക് ലഭിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് it measures the company's profitability by indicating how much money a shareholder would receive for each share
ഷെയർ എന്നുള്ളതാണ് EPS എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഏർണിംഗ് പെർ ഷെയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ്. കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഫോർഗോൺ ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർഗോൺ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന, ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത വിഹിതം അവിടെ എന്ത് ചെയ്യും, റീറ്റെയിൻഡ് ആയിട്ട് വെക്കും. ഇത് യഥാർത്ഥത്തിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട പാർട്ടാണ്. അത് കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റീറ്റെയിൻഡ് ആയിട്ട് വെക്കുന്ന എമൗണ്ടിലാണ് നമ്മൾ റീറ്റേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുകളിൽ വരുന്ന കോസ്റ്റാണ് എന്ത്, കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഫോർഗോൺ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇവിടെ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്. ഇവിടെ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് ഈസ് ഈക്വൽ ടു D or EPS × 100 ഡിവൈഡ് ബൈ എന്താണ്, MP എന്നുള്ളതാണ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. D എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്, അല്ലെങ്കിൽ EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ × 100 ആണ് എന്താണ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും, NP ആയിരിക്കും എന്നുള്ളതാണ്, നെറ്റ് പ്രൊസീഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊന്ന് വരുന്നത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയും. അതായത് ഡിബഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിബഞ്ചറും ബോണ്ടും ഉൾപ്പെടുന്നതാണ്. കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റഡ് ബൈ ദി എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആൻഡ് ബോണ്ടാണ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ടേം ലോൺ ആണ്. കോസ്റ്റ് ഓഫ് ടേം ലോൺ, അതായത് കോസ്റ്റ് ഓഫ് ടേം ലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലംസം മണി ബോറോഡ് ഫ്രം എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ലംസമായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബോറോ ചെയ്യുന്ന പണത്തെയാണ് നമ്മൾ എന്ത് പറയുക, ടേം ലോൺ എന്ന് പറയുക. വിത്ത് എ ഫിക്സ്ഡ് റീപേയ്മെൻറ്റ് പീരീഡ് ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, അതേപോലെ ഒരു റീപേയ്മെൻറ്റ് പീരീഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടേം ലോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ടേം ലോൺ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ ടേം ലോൺ ഈസ് എ ലോൺ ഗിവൺ for a specific period and company agrees to pay it back with interest over time. ഇതിനാണ് നമ്മൾ ടേം ലോൺ എന്ന് പറയും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റഡ് ഓൺ ടേം ലോണിനാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് ഓഫ് ടേം ലോൺ എന്ന് പറയും. ഇനി അടുത്ത് വരുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതായത് പ്രിഫറൻസ് ഷെയർ കയറി എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. നോർമലി പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള മാറ്റം എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സ്ഡ് ഡിവിഡൻഡ് ഉണ്ടാകും. ഓക്കെ, ഇറ്റ് കെയറീസ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇറ്റ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻഡ് ഈസ് പെയ്ഡ്. ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് കൊടുക്കും, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കും. അപ്പോൾ ഈ ഒരു റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിറ്റർമൈൻഡ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ. നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്ത് ചെയ്യും, നമ്മൾ ഫിക്സ് ചെയ്യും എന്നുള്ളതാണ്. ഇനി എന്താണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്ത കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ദി കമ്പനി മസ്റ്റ് ഏൺ ഓൺ ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് എന്താണ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണെന്നൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാം അതിനനുസരിച്ച് മാറ്റിയാൽ മതി. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് ദി റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റഡ് ബൈ ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഈ രൂപത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. അതായത് ഈ മെത്തേഡ് എന്താണ്, ബേസ്ഡ് ഓൺ അസംഷൻ ദാറ്റ് വൈൽ ഇൻവെസ്റ്റിംഗ് ഇസ് സേവിങ്സ് ഇൻ ദി കമ്പനി എക്സ്പെക്ട് ടു റിസീവ് ഡിവിഡൻഡ് അറ്റ് കറണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു കറണ്ട് റേറ്റ് ഓഫ് റിട്ടേണിനെ ബേസ് ചെയ്തുകൊണ്ടെങ്കിലും നമുക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഡിവിഡൻഡ് റിസീവ്ഡ് എക്സ്പെക്റ്റഡ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ടു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് ഷെയർസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ എന്നും ഇതിനെ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡ് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനൊരു മിനിമം എന്ത് കിട്ടും, അറ്റ്ലീസ്റ്റ് ഒരു കറണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും, കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് പ്രകാരം പറയുന്നത്. ഓക്കെ,
ഇനി മറ്റൊരു മെത്തേഡാണ് ഗോർഡൻസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ഗോർഡൻസ് എന്ന് പറയുന്ന ആളാണ്. ഇവിടെ ഈ ഒരു മോഡൽ പ്രകാരം എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ഓൾവേസ് പ്രിഫർ ലെസ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റേഴ്സ് പൊതുവെ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഇവിടെ റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി ഷുഡ് പേ റിസ്ക് പ്രീമിയം ഓൺലി ഓൺ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, റിസ്ക് പ്രീമിയം കൊടുക്കേണ്ടത് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ മാത്രമാണ്. അപ്പോൾ ഗോർഡൻ മോഡൽ സജസ്റ്റ് ദാറ്റ് ആൻ ഇൻവെസ്റ്റർ വുഡ് ഓൾവേസ് പ്രിഫർ ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ് ചെയ്യും കറണ്ട് ഇൻകം. അതായത് കറണ്ട് ഇൻകം നൽകുന്നത് എന്താണോ അത് എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മോഡൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും, റിസ്ക് കുറവായിരിക്കും. റിസ്ക് കൂടുതലുള്ളത് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യൂല എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തിയറി എക്സ്പെക്റ്റഡ് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മറ്റുള്ള ചാപ്റ്റേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പാർട്ടിൽ പ്രോബ്ലംസും നല്ല രീതിയിൽ ചോദിക്കാറുണ്ട്. അതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.